ഞാനാ കറിയാച്ചൻ, കൈ ചൂണ്ടി. ഞാനാ അച്ചായ, മേഴ്സിക്കുട്ടി. ഹലോ. എനിക്ക് അച്ചായനെ കാണാൻ കൊതിയായി. എനിക്ക് കൊതി തീരെയില്ല, ആർത്തിയാ, ആക്രാന്തമാ. നമുക്കൊന്ന് കൂടണ്ടേ? എപ്പോഴാ? നാളെ കാണാം. നമുക്ക് സീ വേവ്സ് ഹോട്ടലിൽ വെച്ച് കാണാം. ഓക്കെ, ഞാൻ വരാം. ഡാഡി, പള്ളിക്കാട് പ്രഭാകരനല്ല, ഇനിയിപ്പോ വള്ളക്കടവ് പാക്കരനാണെങ്കിലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ കാശ് കറക്റ്റ് ആയിട്ട് കിട്ടണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ ലോഡ് അവിടെ തന്നെ കിടക്കും. കല്ലടോ, ഈറ്റിയാ ഈറ്റി. ഗുഡ് മോർണിംഗ് ഡാഡി. മോർണിംഗ്. ഞാൻ പോവാ. മോള് മാരുതി എടുത്തോ, ഡ്രൈവർ ആക്വരം കുടിക്കോ? മാരുതി പോവാം, പക്ഷെ രാഘവൻ വേണ്ട. അല്ലെങ്കിൽ ജോസൂട്ടിയെ വിളിച്ചോ? അതല്ലേ ഡാഡി, ഇന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം പ്ലീസ്. അത് വേണോ? വേണം. വേണ്ടെന്നാര് പറഞ്ഞു? പക്ഷേ ചെത്തരുത്, നോർമലായിട്ട് പയ്യെ പയ്യെ പോണം. ഓക്കെ ഡാഡി. ഓക്കേ. ഒരു ശല്യം പുറകെ കൂടിയിരിക്കുക. ഏത് ശല്യം? പൂവല ശല്യം. മനസ്സിലായില്ല. ഒരുത്തം പിന്നാലെ കൂടിയിട്ടുണ്ട്. എവിടെ പോയാലും അവന്റെ ഷേപ്പിലെസ് മോന്തയാണ് കാണുന്നത്. തന്തപ്പടി എന്തിനാ കൂടെ കയറി വന്നത്? കൊരങ്ങൻ. അവൻ പുറകെ തന്നെ ഉണ്ടല്ലോ. ആരാ? ആ ചെത്ത് പാർട്ടി. കൈ ചൂണ്ടി കറിയാച്ചന്റെ വണ്ടി ഫോളോ ചെയ്യാൻ മാത്രം ഈ ചെത്തുകാർ വളർന്നോ? ഡാഡി വഴക്കിനൊന്നും പോകണ്ട. ഇവരെ ഞാൻ വെച്ചിട്ടുണ്ട്. വണ്ടി ഇന്ന് വല്ലതൊക്കെ നടക്കും. ഹലോ. ഹലോ. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, എന്താ മക്കളുടെ പേര്? ഞാൻ റോണി വിൻസെന്റ്, ഇതെന്റെ ഫ്രണ്ട് ജമാൽ. നല്ല മതമൈത്രി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാൻ കറിയാച്ചൻ, കൈ ചൂണ്ടി. ആര് കൈ ചൂണ്ടി? ഡേയ്, നീ കൈ ചൂണ്ടിയാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന് മൂത്തവരൊക്കെ കൈ കൊണ്ടിരുന്നു. ഞാനങ്ങ് ചൂണ്ടിയില്ല. അങ്കിൾ, അവൻ കൈ ചൂണ്ടിയിട്ടില്ല. അങ്കിളിന് തോന്നിയതാ. അവനാ ടൈപ്പ് അല്ല അങ്കിൾ. ആണോ? ഏത് വകയിലടാ ഞാൻ നിന്റെ അങ്കിൾ? നിന്റെ അമ്മയുടെ ആങ്ങളെയാണോ ഞാൻ? എന്റെ പേരാ കൈ ചൂണ്ടി. കൈ ചൂണ്ടി പറമ്പിൽ സക്കറിയ മകൻ കറിയാ. ഇതെന്റെ മോള് താരാ സക്കറിയ. ഹലോ. നമസ്തേ. അത്രയും മതി. ഓക്കെ. അപ്പോഴേ ഇതിവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഏത്? പാവം കുഞ്ഞുങ്ങൾ മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇനി എന്റെ മോളുടെ പിന്നാലെ ചുറ്റി നടന്നാൽ കറിയാച്ചന്റെ കൈയുടെ ചൂട് നീയൊക്കെ അറിയും. എന്താ ഈ പറയുന്നത്? അങ്കിൾ ചൂടാവാതെ. ചേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആഹാ, മനസ്സിലായില്ല അല്ലേ? നല്ല ചുട്ട അടി കിട്ടുമെന്ന്. അല്ല, ഇത് കൊള്ളാലോ സാറേ, ഇത് പബ്ലിക് റോഡാ, രാജവീതിയൊന്നുമല്ല, രാജഭരണക്കാലത്തെ രാജകുമാരിയൊന്നും അല്ലല്ലോ ഇയാടെ മോള്. മോളെ ആരും കാണരുതെങ്കിലേ വീട്ടിലൊരു കണ്ണാടിക്കൂടെ ഉണ്ടാക്കി പൊന്നു മോളെ അതിനകത്തോണ്ട് പ്രതിഷ്ഠിക്കും. വെറുതെ മനുഷ്യരെ മനസ്സിലായി മനസ്സിലായി. അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? നീ എന്തായി കാണിക്കുന്നത്? ഞാനെന്തോ എന്നാ നീ ജീവി പോയി. എന്തോന്ന് കോംപ്രമൈസ്? എടാ, നിന്നൊക്കെ തല്ലാത്തതേ കൈ ചൂണ്ടി കറിയാച്ചൻ കൈ കാണുമെന്ന് വിചാരിച്ചിട്ടാ. സർ, തന്നെ കണ്ടില്ലല്ലോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ കണ്ടല്ലോ, എപ്പോഴെങ്കിലും വന്നല്ലോ. ഞാൻ എഫിഷ്യന്റ് ആയതുകൊണ്ട് സാധാരണ നൈറ്റ് ഡ്യൂട്ടി എനിക്ക് ആരും തരാറില്ല. ഇപ്പം തന്നു പോയി ക്ഷമിക്ക്. രാവിലെ ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം. യെസ് സർ. ഓരോരുത്തന്റെ സമയം. പട്ടർ ഉറങ്ങിയോ? ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. നല്ല ക്ഷീണം കാണും. നാളെ കോടതിയിൽ ഹാജരാകാനുള്ളതാണ്. Don't disturb, bloody fool. What nonsense you are talking? Sorry sir, ഞാൻ പല പല കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പട്ടര് ഇതുവരെ എണീറ്റില്ലേ? ഏത് പട്ടര്? എടോ, തന്റെ കസ്റ്റഡിയിലിരിക്കുന്ന പട്ടര്. രാവിലെ ആർക്കും കൊടുത്തോ? രാവിലെ അയക്ക് തൈരിശാദം വേണോന്ന് പറഞ്ഞു. ഞാൻ എവിടുന്നാ സർ തൈരിശാദം മേടിക്കാ? തൈരും പിന്നെ കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ കാണാതാകുക, അതും തന്റെ ഡ്യൂട്ടി സമയത്ത്. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത്? അതാണ് സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട്. എപ്പോഴാ പട്ടരെ അവസാനമായി കണ്ടത്? 1900. ഞാൻ ഡ്യൂട്ടി അരവിന്ദാക്ഷന് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ആ പട്ടർ സെല്ലിൽ ഉണ്ടായിരുന്നു. അരവിന്ദാക്ഷൻ വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അയാളെ ക്വസ്റ്റ്യൻ ചെയ്താ. സർ, ഡിപ്പാർട്ട്മെന്റിലെ ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഞാൻ അല്പം സ്മാർട്ടായി പോയി എന്ന കാരണത്താൽ അസൂയ പൂണ്ട ചില കുബുദ്ധികൾ എനിക്ക് നേരെ പാരവെക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ
ഈ പട്ടരുടെ തിരോധാനം എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി മിസ്സായതും പോരാ, വിഡ്ഢിത്തം പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ കാണാതായ പ്രതിയെ കണ്ടുപിടിച്ച് ഇവിടെ വിവരം റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എനിക്ക് ആക്ഷൻ എടുക്കേണ്ടി വരും. എനിക്കെതിരെ ഏതോ നയവഞ്ചകരുടെ ഗൂഢാലോചന. അരവിന്ദാക്ഷൻ, യു മേ ഗോ. സർ, വസ്തുനിഷ്ഠമായി ഔട്ട്. സർ. കസ്റ്റംസ് കസ്റ്റഡിയിലുള്ള ഒരാളെ രക്ഷപ്പെടുത്തുന്നതിൽ എളുപ്പം കൊല്ലുകയാണ്. കസ്റ്റംസുകാർ എത്ര ചോദിച്ചിട്ടും താനൊന്നും പറയാത്തതുകൊണ്ട് മാത്രമാണ് താനിപ്പോഴും ജീവനോടിരിക്കുന്നത്. മനസ്സിലായോ? അവരുപദ്രവിക്കുമ്പോഴൊക്കെ ഞാനെന്റെ മോനെ കുറിച്ച് ഓർത്തത്. അനന്തുവിനെ എന്തെങ്കിലും വിവരം കിട്ടിയോ സർ? 1 കോടി രൂപയുടെ സാധനം തൊലച്ചിട്ടിരിക്കുമ്പോഴാ അയാളുടെ ഒരു മകൻ. വിവരം കിട്ടുമ്പോ അറിയിക്കാം. പാസ്പോർട്ടിലെ കള്ള അഡ്രസ് ആയതുകൊണ്ട് കസ്റ്റംസുകാർ അന്വേഷിച്ച് തന്റെ വീട്ടിലേക്കൊന്നും വരില്ല. താൻ അവരുടെ വായി ചെന്ന് ചാടായിരുന്നാ മതി. ഇല്ല സർ, വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങില്ല. എന്റെ മോൻ, തന്റെ മോൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിത്തരാ. അന്വേഷിക്കുന്നുണ്ട്. വരട്ടെ. അതല്ലേ അയാളെ കൊണ്ട് ഇനിയും പ്രയോജനമുണ്ട്. ലെറ്റ് us wait and see. അച്ഛൻ ഇതുവരെ എവിടെയായിരുന്നു? കാണാൻ ഞങ്ങൾ വിഷമിച്ചിരിക്കുക. യാത്രയായിരുന്നു മോളെ. നമ്മുടെ അനന്തുവിനെ കുറിച്ച് ഇനിയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? രാത്രി ഗുളിക കഴിച്ച് കിടന്നുറങ്ങി. എഴുന്നേറ്റപ്പം പോലും ഓരോ പിച്ചും പേയും പറയുക. അനന്തേട്ടനെ കുറിച്ചായിരുന്നു എല്ലാം. 2 ദിവസമായിട്ട് ഇത്തിരി കൂടുതലാ. സാവിത്രി, അനന്തു വന്നു അല്ലേ? എനിക്കറിയായിരുന്നു എന്റെ അനന്തു വരുമെന്ന്. നാളെ ചിങ്ങപ്പിറപ്പിന് കാവിൽ പുഷ്പാഞ്ജലി നടത്താൻ. അയ്യോ, എന്റെ മോൻ വല്ലതും കഴിച്ചോ എന്തോ? അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അച്ഛനും മോനും തമ്മിലുള്ള കുശലം പറച്ചിലൊക്കെ നാളെ മതി. 7:30 വെളുപ്പിന് അവന് കാവിൽ തൊഴേണ്ടതാ. നാരായണ, എന്റെ അനന്തുവിനെ രക്ഷിക്കണേ. മോനെ ആനന്ദു. അമ്മേ, മോളെ, വിഷ്ണു കൊല്ലപ്പെട്ടിട്ട് ഈ വെള്ളിയാഴ്ച 1 ആണ്ട് തികയുന്നു. തിരുനാവായയിൽ വിഷ്ണുവിന്റെ ബലിയിടാൻ അച്ഛൻ എല്ലാവരെയും കൊണ്ടുപോകാം. ഇനി അതൊക്കെയല്ലേ നമുക്ക് അവന് വേണ്ടി ചെയ്യാൻ പറ്റൂ. മരുമകനാണെങ്കിലും അവൻ എനിക്ക് മകനെ പോലെയായിരുന്നു. ഈ വീടിന്റെ വിളക്ക് കരിന്തിരി കത്താൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ദുരന്തങ്ങളുടെയും വേദനകളുടെയും ശപിക്കപ്പെട്ട 1 വർഷം. നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് മോനെ അച്ഛൻ കള്ളക്കടത്തുകാരുടെ ഏജന്റ് ആയത്. ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയാണ് മോനെ അച്ഛൻ ഇതൊക്കെ ചെയ്തത്. അച്ഛൻ നീ മാപ്പ് തരില്ലേ അനന്തു? മാപ്പ് തരില്ലേ അനന്തു? മാപ്പ് തന്നു എന്ന് പറ മോനെ. പട്ടരുടെ പാസ്പോർട്ടിൽ അഡ്രസ് അന്വേഷിച്ച് ചെന്നപ്പോ അതൊരു ഗുസ്തിക്കാരന്റെ വീടാ. അടികൊള്ള രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. ഇങ്ങനെയുള്ളവരാരെങ്കിലും ശരിയായ അഡ്രസ് കൊടുക്കുവോ? എനിക്ക് ഉറപ്പുണ്ട് എന്നെ പാര വെക്കാൻ വേണ്ടി ആ കള്ള റഷീദ് മനഃപൂർവ്വം പട്ടരെ തുറന്നു വിട്ടതാവും. അവന്റെ ഒടുക്കത്തെ ഒരു ബുദ്ധി. ഞാൻ സ്വല്പം ഷൈൻ ചെയ്യുന്നതിനുള്ള അസൂയ. പട്ടരെ കണ്ടുപിടിച്ചു തരുന്ന ആൾക്ക് തക്ക പ്രതിഫലം കൊടുക്കാതെ എന്റെ പടവാളിൽ ഒരു പരസ്യം കൊടുത്താലോ? ഒരു 1000 മണീസിന് ചെലവുള്ളൂ. ഫ്രണ്ട് പേജിൽ തന്നെ അങ്ങോട്ട് താങ്ങാം. ആട്ടെ, പട്ടര ഫോട്ടോ കൈവശമുണ്ടോ? ഇല്ല. കാണിച്ചെന്നാലും എടുത്തോളാം. ബെസ്റ്റ് ഐഡിയ. പട്ടര് പോയിട്ട് ഒരു പട്ടി പോലും പരസ്യം കാണില്ല. അത്രയ്ക്ക് സർക്കുലേഷനായി പടവാളിന്. നാക്ക് സൂക്ഷിച്ചോ, പടവാളാണ്. വെട്ടൊന്ന്, മുറി 2. മുറി വേണ്ടാക്കിയാലും ഞാനും കുറച്ചാളെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. സോറി സർ, സോറി. എനിക്കതല്ല. എനിക്ക് ഇൻഫർമേഷൻ തന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കണ്ടിരുന്നെങ്കിൽ ആ പട്ടരുടെ ഡീറ്റെയിൽസ് അറിയായിരുന്നു. പണ്ടാരമടങ്ങ് അയാളുടെ അഡ്രസ്സും കയ്യിലില്ല. ഇനിയിപ്പോ എന്താണ് ഒരു വഴി? അതിലല്ല സർ പടവാൾ. നമ്മുടെ പരസ്യം കണ്ട് ഡിറ്റക്റ്റീവ് പടവാളിനെ സമീപിക്കുന്നു, പട്ടരെ പിടികൂടുന്നു, പ്രശ്നം സോൾവ്. ഒരു 50 റുപ്പീസ് ഉണ്ടോ കൺവീൻസ് ആയിട്ട്? സർ,
വിഷമായി തിന്നാൻ പോലും 5 പൈസ കയ്യില്ല സാർ. പ്ലീസ് എന്നെ സഹായിക്കണം സാർ, പ്ലീസ്. ഓ വേണ്ട, വിഷം വാങ്ങി തിന്നാനാണെങ്കിൽ പൈസ ഞാൻ തരാം. സാർ വയ്ക്കും. നാണമില്ലല്ലോടോ, 50 രൂപ ചീറ്റി പോയല്ലേ.